2025 നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മികച്ച വർഷമായിരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ഈ 6 വഴികൾ നിങ്ങൾ തീർച്ചയായും ഫോളോ ചെയ്യണം. ഇത് ഫോളോ ചെയ്യുന്ന ആരുടെ ലൈഫിലും അമേസിംഗ് ആയ ഒരു മാറ്റമായിരിക്കും ജീവിതത്തിൽ വരാനിരിക്കുന്നത്. ഒന്നാമത്തെ സ്റ്റെപ്പ്, നിങ്ങൾ ലക്ഷ്യങ്ങൾ വ്യക്തമായി എഴുതി വെക്കുക എന്നുള്ളതാണ്. കൃത്യമായ ദിശാബോധമുള്ള ഓരോ വ്യക്തിയും ജീവിതത്തിൽ വിജയിച്ചിട്ടുണ്ട്. അത് ഷാരൂഖ് ഖാൻ മുതൽ നമ്മുടെ മലയാള സിനിമാ ലോകത്തെ ഉണ്ണി മുകുന്ദനും ടൊവിനോ തോമസും എല്ലാം ഇതിനുദാഹരണമാണ്. അതിനാൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ 2025 എന്താണ് വേണ്ടത്, എവിടെയാണ് എത്തിച്ചേരേണ്ടത്, അത് കൃത്യമായി എഴുതി വെക്കുക. തുടർന്നുള്ള ഓരോ ദിവസവും നിങ്ങൾ എഴുന്നേൽക്കേണ്ടത് ഈ ലക്ഷ്യത്തിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ടായിരിക്കണം. നിങ്ങൾ പ്രവർത്തിക്കേണ്ടത് അതിനു വേണ്ടി മാത്രമായിരിക്കണം. സ്റ്റെപ്പ് നമ്പർ 2, നിങ്ങൾ ആഗ്രഹിക്കുന്നത് നേടിയെടുക്കണമെങ്കിൽ നിങ്ങൾ പൂർണ്ണ ആരോഗ്യവാനായിരിക്കേണ്ടത് വളരെ പ്രധാനമാണ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, നിങ്ങൾ ആരോഗ്യപരമായി എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് നേരിടുമ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നത് നിങ്ങളുടെ ആരോഗ്യം പൂർവ്വ അവസ്ഥയിലാവുന്നതിനെ കുറിച്ചാണോ, അല്ലെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യത്തെക്കുറിച്ചാണോ? അത് തീർച്ചയായും നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ച് തന്നെയായിരിക്കും. അതുകൊണ്ട് പൂർണ്ണ ആരോഗ്യവാനായിരിക്കുക എന്നുള്ളത് 2025 ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിനാൽ ദിവസവും 30 മിനിറ്റെങ്കിലും നിങ്ങൾ വ്യായാമത്തിന് വേണ്ടി മാറ്റിവെക്കുക. അതുപോലെ കൃത്യമായ ഉറക്കത്തിനും പ്രാധാന്യം കൊടുക്കുക. അതുപോലെ നിങ്ങൾ കഴിക്കുന്ന ഓരോ ഭക്ഷണത്തിലും ഇതേപോലെ വെജിറ്റബിൾസും ഫ്രൂട്ട്സും അതുപോലെ എന്തെല്ലാം പ്രോട്ടീൻ ആവശ്യമാണോ അതെല്ലാം നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക എന്നുള്ളത് വളരെ വളരെ പ്രധാനമാണ്. സ്റ്റെപ്പ് നമ്പർ 3, ഇതുപോലെ തന്നെ നിങ്ങൾക്ക് പ്രധാനമാണ് നിങ്ങളുടെ ചുറ്റുമുള്ള ബന്ധങ്ങൾ ഏറ്റവും മനോഹരമായിരിക്കുക എന്നുള്ളത്. കാരണം നമ്മളുടെ ചുറ്റുമുള്ള ബന്ധങ്ങൾ മോശകരമാണെങ്കിൽ നമ്മുടെ മനസ്സും മോശകരമായ അവസ്ഥയിലായിരിക്കും. ആ ഒരു സമയത്ത് നമുക്കൊരിക്കലും നമ്മുടെ ലക്ഷ്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാനോ അതിനുവേണ്ടി പ്രവർത്തിക്കാനോ സുഖകരമായി കഴിയണമെന്നില്ല. നമ്മൾ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ബന്ധങ്ങളിലെ ആ പ്രശ്നത്തെക്കുറിച്ചായിരിക്കും. അതുകൊണ്ട് നമ്മുടെ ചുറ്റുമുള്ള എല്ലാ ബന്ധങ്ങളും ഏറ്റവും മനോഹരമായി കാത്തു സൂക്ഷിക്കുക. അതിനുവേണ്ടി നമ്മൾ ആരോടെങ്കിലും ക്ഷമിക്കാനോ പൊറുക്കാനോ എന്തെങ്കിലും മറക്കാനോ തയ്യാറാവണമെങ്കിൽ അത് ചെയ്യുക. മറ്റാർക്കും വേണ്ടിയല്ല, നമ്മുടെ ആ ഉന്നത ലക്ഷ്യത്തിൽ നമുക്ക് എത്തിച്ചേരാൻ വേണ്ടി. 4ാമത്തെ സ്റ്റെപ്പ്, നിങ്ങൾ പഠനത്തിന് വേണ്ടി അല്പസമയം മാറ്റിവെക്കുക. കാരണം ഇന്ന് അപ്ഡേറ്റഡ് ആയിട്ടുള്ള ആളുകളാണ് ലോകത്ത് വിജയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇലോൺ മസ്കിനെ പോലുള്ളവർ എന്തുകൊണ്ട് ലോകത്ത് വിജയിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ അവർ ദിവസവും അവരെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരുടെ പ്രവർത്തന മേഖലകളിൽ അവർ പുതിയ അറിവുകൾ ശേഖരിച്ചു കൊണ്ടിരിക്കുകയാണ്, ആർജിച്ചു കൊണ്ടിരിക്കുകയാണ് പുതിയ അറിവുകൾ. അപ്പോൾ നിങ്ങളുടെ പ്രവർത്തന മേഖലയിൽ നിങ്ങളും വിജയിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അത്തരം അറിവുകളെ നിങ്ങൾ ഓരോ ദിവസവും കുറച്ച് സമയം അത്തരം അറിവുകൾ ശേഖരിക്കുന്നതിലേക്ക് മാറ്റിവെക്കുക. അതുപോലെ നിങ്ങൾക്ക് പ്രചോദനം നൽകുന്ന പുസ്തകങ്ങൾ വായിക്കുന്നതിനും വീഡിയോകൾ കാണുന്നതിനും അല്പസമയം മാറ്റിവെക്കുക. കാരണം പ്രചോദിതരായിട്ടുള്ള വ്യക്തികൾ മാത്രമേ ലോകത്ത് അത്ഭുതങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ളൂ. അതുപോലെ വിജയത്തിലേക്ക് എത്തിക്കാനുള്ള 5ാമത്തെ സ്റ്റെപ്പ്, നിങ്ങൾ നിങ്ങളുടെ സാമ്പത്തിക അടിത്തറയ്ക്ക് പ്രാധാന്യം കൊടുക്കുക. നിങ്ങളുടെ സമ്പത്ത് ഉണ്ടാക്കുക എന്നുള്ളതിനേക്കാൾ പ്രധാനമാണ് നിങ്ങളിലേക്ക് വരുന്ന സമ്പത്തിനെ കൃത്യമായി വിനിയോഗിക്കുക എന്നുള്ളത്. അപ്പോൾ നിങ്ങളിലേക്ക് വരുന്ന സമ്പത്തിനെ കൃത്യമായി വിനിയോഗിക്കുന്നതിന് വേണ്ടി 2025 നിങ്ങൾ എടുക്കേണ്ട ഏറ്റവും പ്രധാനമായ തീരുമാനം, നിങ്ങൾ കൃത്യമായ ബഡ്ജറ്റ് ഉണ്ടാക്കി നിങ്ങൾ ആ ബഡ്ജറ്റ് കൃത്യമായി പാലിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും തുച്ഛമായ ഒരു എമൗണ്ട് ആണെങ്കിൽ കൂടി മാറ്റിവെക്കാൻ കഴിയുമായിരിക്കും. അപ്പോൾ നിങ്ങൾ ചുരുങ്ങിയത് ഒരു 10% നിങ്ങൾ കിട്ടുന്ന സൃഷ്ടിക്കുന്ന സമ്പത്തിന്റെ 10% നിങ്ങൾക്ക് മാറ്റിവെക്കാൻ കഴിയുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് കഴിയുന്ന മ്യൂച്വൽ ഫണ്ടുകളിലോ SIPO പോലുള്ള ചെറിയ ചെറിയ ഇൻവെസ്റ്റ്മെന്റ് പ്ലാനുകൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ കൂടി വർഷങ്ങൾ കഴിയുമ്പോൾ നിങ്ങൾക്കത് വലിയൊരു അസറ്റായി മാറുമെന്ന് നിങ്ങൾക്ക് അറിയാൻ കഴിയും. 6ാമത്തെ സ്റ്റെപ്പാണ്, നിങ്ങൾ ദിവസവും മെഡിറ്റേഷന് വേണ്ടി അല്പസമയം മാറ്റിവെക്കുക എന്നുള്ളത്. കാരണം ഈ ലോകത്ത് ഹാർഡ് വർക്ക് ചെയ്ത് ആരും വലിയ വിജയികളായിട്ടില്ല. വിജയികളായിട്ടുള്ളവരെല്ലാം സ്മാർട്ട് വർക്ക് ചെയ്തിട്ടുള്ളവരാണ്. അവർ ചെയ്യുന്ന പ്രവർത്തന മേഖലയിൽ വേണ്ട മാറ്റങ്ങളും തിരുത്തലുകളും മറ്റ് കൃത്യമായ രീതിയിൽ പ്രവർത്തിച്ചവരാണെന്ന് വിജയിച്ചിട്ടുള്ളത്. അങ്ങനെ പ്രവർത്തിക്കണമെങ്കിൽ നമ്മൾ അകത്തേക്ക് നോക്കാൻ തയ്യാറാവണം. കുറച്ച് സമയം നമ്മൾ മെഡിറ്റേഷന് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്നതിന് പകരം എന്തെല്ലാം തരത്തിലുള്ള സ്മാർട്ട് വർക്കുകൾ ചെയ്യണമെന്നുള്ള ഒരു ആന്തരിക നിർദ്ദേശം നമുക്ക് ലഭിക്കാൻ അത് കാരണമാണ്. അത് നമ്മളെ ഓട്ടോമാറ്റിക്കായി വിജയത്തിൽ എത്തിക്കുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ വിജയിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഈ പറയുന്ന 6 സ്റ്റെപ്പുകളും കൃത്യമായി പാലിക്കുകയാണെങ്കിൽ ഇത് കൃത്യമായി പാലിക്കുന്ന എല്ലാവരും തീർച്ചയായും വിജയിച്ചിരിക്കും. അപ്പം ഈ ജനുവരി 1 മുതൽ ഡിസംബർ 30 വരെയുള്ള 2025 ഈ ഒരു വർഷം ഈ 6 റൂൾസും നിങ്ങൾ കൃത്യമായി പാലിക്കുകയാണെങ്കിൽ
നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏത് ലക്ഷ്യവും നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും. നിങ്ങളൊരു വലിയ വിജയിയായി മാറിയിരിക്കും. ഇത് സംബന്ധമായി നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് ചെയ്യാം. താങ്ക് യു വെരി മച്ച്.